ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ നിങ്ങൾ വീഡിയോ കാണണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് എന്നെ എന്തെങ്കിലും കുറ്റങ്ങൾ അങ്ങനെ എന്ത് കാര്യങ്ങളായാലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് മെൻഷൻ ചെയ്യുക. അതോടൊപ്പം വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതായ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ടോക്കൺസ് ഉള്ള അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉള്ള നമ്മുടെ തക്കാളി, അതായത് ടോമ 2 മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേറ്റും ഒരു പ്രൈസ് പ്രിഡിക്ഷനും അത് ലിസ്റ്റായി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമാണ്. പ്രിയറായിട്ട് നിങ്ങളിത് ചെയ്യണം, മസ്റ്റായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് പൈസ നഷ്ടം ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബുള്ള എല്ലാ ആൾക്കാരും ഇതൊന്ന് ഫോളോ അപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇട്ട കാശെങ്കിലും കിട്ടട്ടെ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ടോമിൻ്റെ ഒരു പ്രൈസ് പ്രിഡിക്ഷൻ നടത്താം. ഈ പ്രൈസ് പ്രിഡിക്ഷൻ നടത്തുമ്പോൾ നമ്മൾ വെറുതെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇന്നൊരു പ്രൈസാണ് വരിക, അങ്ങനെയുള്ളൊരു കാര്യമല്ല പറയുന്നത്. നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു പ്രൈസ് വരുന്നത് എന്നുള്ളൊരു ഒബ്സർവേഷൻ എൻ്റെ ഒരു കാര്യം. അതേപോലെ തന്നെ ഈ ഒരു പ്രൈസിൽ തന്നെയായിരിക്കും ലിസ്റ്റ് ആവാൻ പോവാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണെന്ന് പറഞ്ഞാൽ ആൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ മേജറും മീംഫയും അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ നമുക്ക് കിട്ടിയതൊക്കെ കറക്റ്റായിരുന്നു എൻ്റെ പ്രഡിക്ഷൻ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ടോമിൻ്റെ കാര്യം പ്രെഡിക്റ്റ് ചെയ്യാം. പ്രെഡിക്റ്റ് ചെയ്തിട്ട് കറക്റ്റായി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും നല്ല സന്തോഷം ഉണ്ടാവും. ഈ ഒരു രീതിയിൽ തന്നെ ആവുന്നു. പക്ഷേ എനിക്ക് പൈസ നഷ്ടം ഉണ്ടാവും, പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റാണെന്ന് മാത്രം ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പ്രൈസ് പ്രിഡിക്ഷൻ നടത്തുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലായാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ, ഇന്ന പ്രൈസിൽ തന്നെയാണ് ഇതാവുള്ളൂ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആദ്യം എന്താണ് നോക്കേണ്ടത്, നമ്മുടെ ടോമിൻ്റെ ടോക്ക് എക്കണോമിക്സ് ആണ്, അല്ലെങ്കിൽ ടോക്കണോമിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ടോക്കണോമിക്സ് നോക്കുമ്പോൾ നമുക്ക് അവർ പറഞ്ഞിട്ടുണ്ട് 30% ഓഫ് TG സീസൺ എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം 47% ഓഫ് ലിസ്റ്റിംഗ് സീസൺ എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ഈ 47% ലിസ്റ്റിംഗ് സീസണിൻ്റെ 30% ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്കിപ്പോൾ ഈ ഒരു കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും കുറേ ടോക്കൺസ് കിട്ടിയതൊക്കെ ആ ഒരു പെർസെൻറ്റേജിൽ നിന്നാണ്. ആൾറെഡി 30% TGE സീസൺ എന്ന് പറയുന്നത് ആൾറെഡി എല്ലാവർക്കും മുമ്പ് തന്നെ എന്തായി കിട്ടി, എല്ലാവർക്കും റിസീവായി. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഒരു ലിസ്റ്റിംഗ് സീസൺ ആയിരുന്നു ഈ 47% എന്ന് പറയുന്നത്. ഇതിൽ തന്നെ 10% അവർ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നുണ്ട്, 8% ടീംസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്, 1% എക്കോ സിസ്റ്റം എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്, 1% KOL റൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതൊരു പ്രൊജക്റ്റിൻ്റെയും മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന കാര്യം എങ്ങനെയാണ് നമുക്ക് നിർണ്ണയിക്കുക, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന് ഇത്രത്തോളം മാർക്കറ്റ് ക്യാപ്പ് വരിക എന്നുള്ളൊരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇൻവെസ്റ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ ടോമയ്ക്ക് ആരൊക്കെയാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ അവൻ്റെ കമ്പനി എത്രത്തോളം വർത്താണ്, ഇല്ലെങ്കിൽ അവൻ്റെ കമ്പനിക്ക് എത്രത്തോളം അസറ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ എത്രത്തോളം ആണ് നമുക്ക് തരുള്ളൂ എന്നുള്ളൊരു പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ഈസിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 10% ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 1% KOL റൗണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ KOL റൗണ്ട് എന്ന് പറഞ്ഞാൽ ആരാണ്, കീ ഒപ്പീനിയൻ ലീഡേഴ്സ്, അതായത് വലിയ വലിയ യൂട്യൂബുകാർ, ഇല്ലെങ്കിൽ ഒരുപാട് റെഫറൻസിലുള്ള ആൾക്കാർ, ഇല്ലെങ്കിൽ ഒരുപാട് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറേ ആൾക്കാരെ കേട്ടിട്ട് ഇതിൽ ഒരുപാട് പൈസ മുടക്കിയിട്ട്, ഇല്ലെങ്കിൽ ഒരുപാട് നല്ല രീതിയിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തും റെഫറിനെ കേട്ടിട്ടും അത്രത്തോളം ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ KOL റൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ 1%ക്ക് അർഹതയായിട്ടുള്ള ആൾക്കാർ. ഞാൻ ഒരിക്കലും അർഹതയല്ല, ഞാൻ അത്രത്തോളം ബിഗ് അല്ലല്ലോ. അപ്പോൾ അതിനേക്കാളും നല്ല രീതിയിൽ ബിഗിൽ നല്ല ടോപ്പിൽ നിൽക്കുന്ന ഒരുപാട് റെഫറലൊക്കെ കയറ്റിയ ആൾക്കാർക്കാണ് ഈ 1% പോവുക. ഈ 10% ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മുടെ ടോമിൻ്റെ ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളൊരു മനസ്സിലാക്കണം. അപ്പോൾ ഫസ്റ്റ് ഇൻവെസ്റ്റർ ഇല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫോർസൈറ്റ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ ടോം മാർക്കറ്റിൻ്റെ മെയിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക്. അതിലിപ്പോൾ ബിറ്റ്ഗേറ്റ് ഉണ്ട്, കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗേറ്റ് വേ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മെയിനായിട്ട് ആരെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഫോർസൈറ്റ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് നമ്മൾ എന്ത് ചെയ്യും ടോമിൻ്റെ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി അപ്പോൾ അടുത്ത കാര്യം നമ്മൾ നോക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണെന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഫോർസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു
കമ്പനി എന്താണ് പറഞ്ഞാൽ കുറച്ച് അങ്ങനെ തുടർച്ചയായി സംസാരിക്കില്ല, അപ്പോൾ തിരുപ്പി ഇടയിലൊക്കെ ഒരു ചെറിയ ഗ്യാപ്പ് വരും. അപ്പോൾ ഈ ഫോർസൈറ്റ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി, അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവർ മുമ്പ് ഏതെങ്കിലും പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നമ്മുടെ മാർക്കറ്റിലേക്ക് വിട്ടിട്ടുണ്ടോ, അതിന് എത്രത്തോളം മാർക്കറ്റ് ക്യാപ്പൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അവർ കൊണ്ടുവന്ന ഒരു 4-5 പ്രൊജക്റ്റിൻ്റെ നെയിം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്ന് ടു മാർക്കറ്റ് തന്നെയാണ്, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന പ്രൊജക്റ്റാണ് ഈ ടു മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഗ്ലാസിയർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ഈ 4XX എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ബ്ലേഡ് ഗെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ടോണപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. മിഡ് സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രൊജക്റ്റും ലിസ്റ്റ് ആയെന്ന് ചോദിച്ചാൽ ഒരിക്കലും ലിസ്റ്റ് ആയിട്ടില്ല. ടോം എന്തായാലും ഇന്ന് വൈകുന്നേരം ഒരു 5:30 ആകുമ്പോൾ ലിസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഗ്ലേസിയർ നെറ്റ്വർക്കും അതേപോലെ തന്നെ ബ്ലേഡ് ഗെയിംസും ടോണപ്പും മിഡ് സ്വാപ്പും ഇതിൻ്റെയൊക്കെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. എന്നാലാണ് ടോമയ്ക്ക് ഇത്രത്തോളം മാർക്കറ്റ് ക്യാപ്പൊക്കെയാണ് അവർ കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം. അതേപോലെ തന്നെ ഈച്ച് ഗെയിമിലും അതിൻ്റെ യൂസേഴ്സും അതിൽ കിട്ടിയ പ്രോഫിറ്റും മാറ്റങ്ങളുണ്ട്. അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അടുത്ത കാര്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആൾറെഡി ഇങ്ങനെ ഒരു പ്രൊജക്റ്റുകൾ, ഇങ്ങനെ ഇപ്പോൾ ഹാംസ്റ്റർ ആയിക്കോട്ടെ, എക്സംബെയർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് റീസെൻ്റ്ലി വന്ന മേജർ ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട മാർക്കറ്റ് ക്യാപ്പ് എന്തായിരുന്നു. ഹാംസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി അതിൻ്റെ സ്വയമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അവർക്ക് കിട്ടുന്ന എല്ലാ ലാഭത്തിൻ്റെയും എല്ലാം കൂടി ചേർത്തിയിട്ടാണ് അവരെന്ത് ചെയ്തത്, ഇതിനൊരു മാർക്കറ്റ് ക്യാപ്പ് കൊടുത്തത്. അതേപോലെ തന്നെ നമ്മുടെ എക്സംബെയർ എന്ന് പറഞ്ഞാൽ നല്ല മോസ്റ്റ്ലി അതൊരു ലിസ്റ്റ് ആയ സമയത്ത് ഒരുപാട് ഡൗൺ ആയെങ്കിലും അതിൽ കുറേ ഇൻവെസ്റ്റ്മെൻറ്റേഴ്സ് ഉള്ള കാരണം സെയിം ഒരു 100 എബോ മാർക്കറ്റ് ക്യാപ്പിൽ തന്നെയായിരുന്നു എക്സംബെയറും വന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഒരു ഫോർസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി, അതിൻ്റെ ആകെ ഒരു കോയിനൊക്കെയാണ് ലിസ്റ്റ് ആയിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഒരു കോയിനൊക്കെയാണ് പ്രധാനപ്പെട്ടായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്തുള്ളൂ. അതാണ് ഗ്ലാസിയർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 4.7 മില്യൺ ഇപ്പോൾ കറൻറ്റിലേക്കാണ്. അപ്പോൾ ഒരുപാട് കുറവാണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഫോർസൈറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ വേറെയുള്ള എല്ലാത്തിനും ഒരുപാട് കമ്മിയായിട്ട് മാർക്കറ്റ് ക്യാപ്പ് കൊടുക്കുമ്പോൾ ഈ ടു മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പോപ്പുലാരിറ്റി കിട്ടുന്ന ഒരു ലിവറേജ് ഒക്കെ ഉള്ള ഒരു പ്രൊജക്റ്റായിരുന്നു നമ്മുടെ ഈ ടു മാർക്കറ്റ്, അതായത് ടോമ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്. അപ്പോൾ അവർ ഫോർസൈറ്റ് എന്ന് പറഞ്ഞ കമ്പനിൻ്റെ ടോട്ടലായിട്ടുള്ള വർത്ത് നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ അതിലെ മാക്സിമം തന്നെ അവർ എഴുതിക്കൊണ്ടിടും ഈ ടോ മാർക്കറ്റിലിടും. ടോ മാർക്കറ്റിൽ ഇട്ടാലാണ് അവർക്ക് പൊട്ടൻഷ്യലായിട്ട് വീണ്ടും വളരാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെ ഒരു അഭിപ്രായം അവർക്ക് ഉണ്ടാവണം. ഇതൊക്കെ എൻ്റെ ഒരു അസംഷനാണ് കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ ഇങ്ങനെ തന്നെയായിരിക്കും ഏതൊരു ടോപ്പിൽ നിൽക്കുന്ന ഒരു ബിസിനസ്മാനും ചിന്തിക്കുക എന്നാണ് നമുക്ക് സാധാരണ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഫോർസൈറ്റ് എക്സ് എന്ന് പറഞ്ഞ കമ്പനി ടു മാർക്കറ്റിൽ എത്രത്തോളം ഇടണം ഇല്ലെങ്കിൽ ഇടും എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് എത്രത്തോളം വർത്ത് ഉണ്ട്, ആ കമ്പനി എത്രത്തോളം നല്ല രീതിയിലാണ് വെൽത്ത് ആയിട്ടുള്ള കമ്പനിയാണോ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതാണ് അടുത്ത കാര്യം. അപ്പോൾ ഒരു മാർക്കറ്റ് ക്യാപ്പ് നമ്മളിപ്പോൾ ഒരു കറൻ്റ്ലി ഒരു 100 മില്യൺ കഴിഞ്ഞ പല പ്രൊജക്റ്റുകളൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ, നമുക്കൊരു ടോ മാർക്കറ്റിന് ഒരു 100 മില്യണൊക്കെ വരികയാണെങ്കിൽ നമുക്ക് സാധാരണ കിട്ടുന്ന ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ 0.0001 തന്നെയാണ്. 100 മില്യൺ 1 ട്രില്യൺ ടോക്കണ് നമുക്ക് പ്രൈസ് കിട്ടുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 0.30 കഴിഞ്ഞിട്ട് $1 ആയിരിക്കും നമ്മുടെ ടോമിക്ക് വരാൻ പോകുന്നത്. അതായത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഫോർസൈറ്റ് എന്ന് പറഞ്ഞ ഫോർസൈറ്റ് എക്സ് എന്ന് പറഞ്ഞ കമ്പനി 400 മില്യൺ അവരുടെ ഒരു അസറ്റ് വെൽത്ത് ഉള്ളൊരു കമ്പനിയാണ്. അപ്പോൾ അവരൊരു ടോട്ടലായിട്ടുള്ള കമ്പനീൻ്റെ എല്ലാം കൊണ്ട് ഈ ടു മാർക്കറ്റിൽ ഇടുമോ? ഒരിക്കലും ഇടില്ല. ഒരു പാതി മാക്സിമം ഇട്ടാലും ഒരു 150, ഒരു 200 അവർക്ക് ഏറ്റവും കൂടുതൽ മാക്സിമം ചെയ്യാൻ പറ്റിയ കാര്യം. അപ്പോൾ അങ്ങനെ 200 ഇപ്പോൾ നമുക്ക് ബിഗ്ഗറ്റും എടുക്കാം. ബിഗ്ഗറ്റ് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ബിഗ്ഗറ്റ് ഒരുപാട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ബിഗ്ഗറ്റിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്, ഒരുപാട് അവർ ദിവസം വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു സാധാരണ പ്രൊജക്റ്റ് തന്നെയാണ് ഈ ടു മാർക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഫോർസൈറ്റ് എക്സ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ഇതൊരു പ്രധാനപ്പെട്ട കമ്പനിയാണ്, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റാണ്, അവരുടെ കമ്പനിക്ക് വളരാൻ പറ്റിയ ഒരു സമയമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കൂട്ടാൻ നോക്കും. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആകെ 400 മില്യണാണ് അവരുടെ ടോട്ടൽ കമ്പനി വർത്ത് എല്ലാം കൂടി ഉള്ളത്. അപ്പോൾ അതിലൊരു 200 മില്യണെങ്കിലും ഇതിൽ ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ടോമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 0.00115 to 0.002 സംതിങ് ഡോളേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോവുക. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന, ഇല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് ടോമിക്ക് കറൻറ്റ് സ്പോട്ടിൽ ഇന്നൊരു പ്രൈസ്
പ്രൈസിലാണ് ഇത് ലിസ്റ്റ് ആവുക എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ 0.0015 ടു 0.0002 ഇത് ലിസ്റ്റ് ആകുമ്പോൾ ഇത് മാറ്റങ്ങൾ വരാം. അവരുടെ കമ്പനി ഒരുപാട് വീണ്ടും നമുക്ക് പൊട്ടൻഷ്യൽ തരാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ഇടാം, കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ മാർക്കറ്റ് ക്യാപ്പും ഇതിനൊരു ഇങ്ങനെയുള്ളൊരു പ്രൈസ് മാറാനുള്ളൊരു ചാൻസ് ഉള്ളൂ. പക്ഷേ കറൻ്റ്ലി ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും നമ്മൾ അന്വേഷിച്ച് നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 0.30 കഴിഞ്ഞിട്ട് $2 $0.0002 മാത്രമായിരിക്കും നമ്മുടെ ടോമ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം ഞാനിതിൽ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ടോട്ടലായിട്ടുള്ള പ്രോഫിറ്റ് ഒന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലായിരുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ 2 നമുക്കിപ്പോൾ ഉള്ള ടോക്കൺസ് കറൻ്റ്ലി ഉള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് ബിറ്റ്ഗെറ്റിൽ ഒരു 1,50,000 ടോക്കൺസ് ഉണ്ട്. അതോടെ തന്നെ നമുക്കിപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ മിനി വാലറ്റിലേക്ക് ഒരു 1,46,000 ടോക്കൺ എടുത്തിട്ടുണ്ട്. പക്ഷേ ആ കറൻറ്റ് പ്രൈസിൽ എനിക്ക് വിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് 100% ഉറപ്പൊന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതും ഇവിടെ കൂട്ടുന്നുണ്ട്. 1,46,000 ആണ് ഞാനിവിടെ എന്ത് ചെയ്യുന്നത് കൂട്ടുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ വേറെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബിറ്റ്ഗെറ്റ് വാലറ്റിലേക്ക് 7 ബില്യൺ ടോക്കൺസിൻ്റെ ഒരു ഷെയർ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മേ ബി അതിൽ നിങ്ങൾക്ക് എത്രയാണ് തരാൻ പോകുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാനിവിടെ ഒരു അസംഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു 50,000 ടോക്കൺസ് മാത്രമാണ്. അപ്പോൾ ഈ 50,000 ടോക്കൺസ് ചെയ്യുമ്പോൾ എനിക്കിവിടെ ടോട്ടലായിട്ട് കിട്ടുന്നത് 1,00,000 സംതിങ് ഇത്ര എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് 3,46,000 ആണ്. ഈ 3,46,000 ഇനി നമുക്ക് ഒരവിടെ നിന്നും കൂടി കിട്ടുന്നുണ്ട്. ബിറ്റ്ഗെറ്റ് മിനി വാലറ്റ് ടെലിഗ്രാമിൽ നിന്നും കൂടി നമുക്ക് കുറച്ച് റിവാർഡ് കിട്ടും. അത് ഞാൻ മാക്സിമം ഒരു 30,000 ആയിട്ടൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ മൊത്തമായി കിട്ടുന്നത് 3,76,000 ടോക്കൺസ് ആയിരിക്കും എനിക്ക് ടോട്ടൽ. ഈ ഒരു ടോമ ഇതിപ്പോൾ ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ടോക്കൺസ് കിട്ടും. അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ടോക്കൺ വളരെയധികം കുറഞ്ഞ പ്രൈസിൽ ലിസ്റ്റ് ആകുമ്പോൾ അതിനേക്കാളും കുറയും, എന്തായാലും 2 ദിവസം അതിനേക്കാളും കുറയും. പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് എങ്ങനെയെങ്കിലും ബിൽഡപ്പ് ചെയ്തിട്ട് ഒരു നല്ല പ്രൈസിലേക്ക് വരാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യലൊക്കെ അവരുടെ കമ്പനി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്കും നല്ല പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ എനിക്കിവിടെ 3,76,000 സംതിങ് ടോക്കൺസ് ഉണ്ടെങ്കിൽ ഞാൻ അതേ ഇൻറ്റു കറൻറ്റ് പ്രൈസ് ആണ് നോക്കുന്നത്. കറൻറ്റ് പ്രൈസ് ഞാൻ മാക്സിമം ആണ് എടുക്കുന്നത്. ഒരു $2 ഒക്കെ ആയിട്ട് എടുക്കാനാണെങ്കിൽ എനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ടോട്ടൽ എനിക്കുള്ളത് 3,76,000 ആണ് ഇൻറ്റു 0.0002 എന്ന് പറയുമ്പോൾ എനിക്ക് $75 ആയിരിക്കും മോസ്റ്റ്ലി ഇവിടെ നിന്ന് കിട്ടാൻ പോവുക. കറൻറ്റ് ടൈമിൽ ആ സ്പോട്ടിൽ വിൽക്കണം എന്നുള്ളൊരു കാര്യം മാത്രമുണ്ട്. അപ്പോൾ ഈ കറൻറ്റ് ടൈമിൽ ആ സ്പോട്ടിൽ വിൽക്കാനുള്ള കാര്യം കൂടി ഞാൻ എന്ത് ചെയ്യാം ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. നേരെ ബിറ്റ്ഗെറ്റിലേക്കായിരിക്കും കൂടുതൽ ആൾക്കാരും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ബിറ്റ്ഗെറ്റിലേക്ക് വരിക. ബിറ്റ്ഗെറ്റിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അസറ്റ് സ്പോട്ട് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് വന്നു പറഞ്ഞാൽ നമ്മുടെ ടോം അവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ ഈ ടോം എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ട്രേഡ് ഓപ്ഷൻ ഉണ്ട്. നേരെ ട്രേഡ് ഓപ്ഷൻ എടുക്കുക. നേരെ നമുക്കില്ലെങ്കിൽ സെൻറ്ററിൽ വെച്ചിട്ട് ട്രേഡ് ഓപ്ഷൻ എടുക്കാം. ഈ ട്രേഡ് ഓപ്ഷൻ എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ മാർക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷനിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അവിടെ ലിമിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും മാർക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷനിൽ കൊടുത്തിട്ട് നേരെ ഇവിടെ സെല്ല് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സെല്ല് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇവിടെ നിന്ന് ഫുൾ എമൗണ്ട് ടോമ എത്രയാണോ ഉള്ളത് അത് മൊത്തം ചെയ്യുക. ഇത് എപ്പോഴാണോ ലിസ്റ്റ് ആവുന്നത്, കറൻറ്റ് ടൈമിൽ എപ്പോഴാണോ ലിസ്റ്റ് ആവുന്നത് അപ്പോൾ കൊണ്ടുപോയിട്ട് ഈ ഫുള്ള് അങ്ങോട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ സെല്ല് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ കറൻറ്റ് സ്പോട്ടിൽ എത്ര പ്രൈസ് ആണോ ആ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് USDT ആയിട്ട് മാറ്റാൻ പറ്റും. USDT എന്ന് പറയുന്നത് സ്റ്റേബിൾ കോയിൻ ആണ്. അതിൻ്റെ വാല്യൂ ഒന്നും പെട്ടെന്ന് കുറയില്ല. നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ ഇട്ട കാശെങ്കിലും നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ ബിറ്റ്ഗെറ്റ് വാലറ്റിൽ ചെയ്ത ആൾക്കാർക്ക് അങ്ങനെയും കുറേ ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടല്ലോ, അതും കൂടി ക്ലിയർ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാം വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ബിറ്റ്ഗെറ്റ് വാലറ്റിൽ ഇതുവരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ചിലവർക്ക് കിട്ടിയിട്ടുണ്ടാവും, ചിലവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉണ്ടാവും, പറയുന്ന കാര്യം മാത്രം കേൾക്കുക. അപ്പോൾ ഈ ടെലിഗ്രാമിൽ ഈ ബിറ്റ്ഗെറ്റ് വാലറ്റിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ടോം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇത് ഒന്നില്ലെങ്കിൽ സ്വാപ്പ് ചെയ്യണം, ഒന്നില്ലെങ്കിൽ നമ്മൾ വിഡ്രോ ചെയ്യണം. വിഡ്രോ ചെയ്തിട്ട് നേരെ ഏതെങ്കിലും ബിറ്റ്ഗെറ്റിലേക്ക് മാറ്റണം, എന്നിട്ട് USDT ആയിട്ട് മാറ്റണം. നമുക്കിവിടെ ഈ ബിറ്റ്ഗെറ്റ് വാലറ്റിൽ സ്വാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ആപ്റ്റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺസ് വേണം. ഈ ആപ്റ്റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺസ് നിങ്ങൾ ഒരു ചെറിയ തോതിലെങ്കിലും മേടിച്ച് വയ്ക്കുക. ഒരു 40 സ്റ്റാറോ സംതിങ് അത്രത്തോളം സ്റ്റാർസ് കൊടുത്തിട്ട് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നുണ്ട് ഇവിടെ ഇൻസഫിഷ്യൻറ്റ് APT ട്രൈ ബൈ ഇൻ APT വിത്ത് ടെലിഗ്രാം സ്റ്റാർസ്. നിങ്ങളുടെ കയ്യിൽ സ്റ്റാർസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ചെറിയൊരു തോതിൽ തന്നെ എന്ത് മേടിച്ച് വയ്ക്കുക, നമ്മുടെ ആപ്റ്റോസ് മേടിച്ച് വയ്ക്കുക. ആപ്റ്റോസ്
എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ മേടിച്ച് വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ടോമ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നില്ലെങ്കിൽ സ്വാപ്പ് ചെയ്യാനും ഇല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ സെൻഡ് ചെയ്യാനും പറ്റുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നെറ്റ്വർക്ക് ഫീ എന്തായാലും പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ ആക്കാനൊന്നും നെറ്റ്വർക്ക് ഫ്രീ അവർ പിടിച്ചിട്ടില്ല. നമുക്കിവിടെ സ്വാപ്പ് ചെയ്യാനും ഇത് വിഡ്രോ ചെയ്യാനും വേറൊരു അക്കൗണ്ടിലേക്ക് അയക്കാനും നിങ്ങൾ എന്ത് ചെയ്യണം? മസ്റ്റായിട്ട് ഇത് വേണം. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ചെയ്യുക. അപ്പോൾ വന്ന ഉടനെ നിങ്ങളുടെ കയ്യിൽ ആദ്യം തന്നെ ഈ ഒരു ആപ്ടോപ്സ് എടുത്തു വെച്ചെന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇവിടെ സ്വാപ്പ് കൊടുത്ത് നിങ്ങളുടെ കയ്യിൽ എത്രത്തോളമാണോ ടോമി ഉള്ളത് നിങ്ങൾക്ക് അത് ആപ്റ്റോസ് ആയിട്ടോ USDT ആയിട്ടോ ഏതായിട്ട് വേണമെങ്കിലും മാറ്റാം. അപ്പോൾ അങ്ങനെ മാറ്റാനൊക്കെ ചാർജ് പിടിക്കുന്ന കാരണമാണ് ആപ്റ്റോസ് മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വാലറ്റിൽ കുറച്ച് മേടിച്ച് വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് പറ്റുള്ളൂ. ഇതിന് എത്രത്തോളം ചാർജ് വരും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് ഉണ്ടോ ഈ ആപ്ടോക്സിൽ ഒരുപാട് നെറ്റ്വർക്ക് ഭയങ്കര കമ്മിയാണ് ഫീ. അപ്പോൾ നിങ്ങൾക്ക് ഒരു സാധാരണ ഒരു $40 ഇല്ലെങ്കിൽ 40 സ്റ്റാറൊക്കെ ഉപയോഗിച്ച് വാങ്ങുന്ന ആപ്ടോക്സ് തന്നെ നിങ്ങൾക്ക് മോസ്റ്റ്ലി മതിയാവുമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താണ് നല്ല രീതിയിൽ തന്നെ മേ ബി വാല്യൂ കുറഞ്ഞിട്ട് കുറേ ആൾക്കാർ എന്തായാലും സെല്ല് ചെയ്യും. വാല്യൂ കുറഞ്ഞിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ഒന്നും കിട്ടാതെ ആവാനുള്ള ഒരു കാര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രെഡിക്റ്റഡ് വാല്യൂ എന്ന് പറയുന്ന ടോമിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് 0.00015 to $0.0002 ആണ് നമുക്ക് കിട്ടാൻ പോകുന്ന പ്രെഡിക്റ്റഡ് വാല്യൂ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് ഉണ്ടോ ആ ടോക്കൺസിൻ്റെ അതേ ഇത് നിങ്ങൾ നേരെ താഴെ വന്ന് പറയാം നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളൊരു മാക്സിമം വാല്യൂ തന്നെ ഞാൻ എന്ത് ചെയ്യാം പെട്ടെന്ന് പറഞ്ഞുതരാം. അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയുകയാണ് നിങ്ങളുള്ള ലൂട്ട്സ് ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. എൻ്റെ ചാനലിൽ കയറിയിട്ടുള്ള കുറേ ആൾക്കാർക്ക് പൈസ കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലൂട്ട്സിൽ നിങ്ങൾ കയറാൻ വേണ്ടിയിട്ട് എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറിയിട്ട് വെറുതെ ഒന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ആ ഒരു ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് വൈഫൈയും നെറ്റ് കണക്റ്റ് ഓഫാക്കി ഓണാക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ കറക്റ്റ് പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 170 രൂപയാണ് ഇപ്പോൾ കിട്ടുന്നത്. നേരത്തെ 160 രൂപയായിരുന്നു, ഇപ്പോൾ 170 രൂപ കിട്ടുന്നുണ്ട്. അപ്സ്റ്റോക്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ 100 രൂപ കിട്ടുന്നുണ്ട്. പേടിഎം മണി ചെയ്തു എന്ന് പറഞ്ഞാൽ 300 രൂപ കിട്ടുന്നുണ്ട്. പേടിഎം മണിയിൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് പേയ്മെൻറ്റ് കയറുന്നത്. പക്ഷേ 300 രൂപ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാനുള്ള പല ഓപ്ഷനുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് ടെലിഗ്രാം ചാനലിൽ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാം. ഞാനിപ്പോൾ എൻ്റെ ഗൂഗിൾ പേ ഞാൻ എല്ലാ വീഡിയോയിലും കാണിച്ചു തരുന്നതാണ്. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത്. ഈ ഏഞ്ചൽ വൺ ഇൻസ്റ്റാൾ ചെയ്താലോ ഏതൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താലും നമ്മുടെ ഒരിക്കലും പൈസ പിടിക്കില്ല. നിങ്ങൾ അത് മനസ്സിലാക്കുക. എന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. എനിക്കിവിടെ പൈസ കയറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. 80, 160, 100 ഓരോ ആപ്പ് ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും എനിക്ക് അതിൻ്റെ ഒരു ചെറിയ എമൗണ്ട് റെഫറിൽ കയറും. ഞാൻ പൈസ ഉണ്ടാക്കില്ല എന്നൊന്നും പറയുന്നില്ല. ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പൈസ കയറുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എത്തിക്കുന്നത്. നിങ്ങൾ മസ്റ്റായിട്ട് ഇതിൽ കയറിയിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ നോക്കിക്കോ. ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തോ. ഇതിൽ UPI കൊടുക്കുന്നു, ലിങ്കിൽ കയറുന്നു, UPI കൊടുക്കുന്നു, ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നു, KFC കംപ്ലീറ്റ് ചെയ്യുന്നു. അത് മാത്രം ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും പൈസ ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പം തന്നെ കയറും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് കാര്യങ്ങൾ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടോമ കിട്ടുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 0.0001 to 0.002 ആണ്. അതേപോലെ തന്നെ നമുക്കിതിൽ എന്താണ് ചെയ്യേണ്ടത്? വന്ന ഉടനെ തന്നെ നിങ്ങൾ സെല്ല് ചെയ്യണം എന്നാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ലൂട്ട്സിൽ നിങ്ങൾ മറക്കാതെ കയറുക. ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ മറക്കാതെ കയറുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവർക്കും ഇന്ന് വൈകുന്നേരം നല്ലൊരു പ്രോഫിറ്റൊക്കെ കിട്ടട്ടെ. എല്ലാവർക്കും നിറയെ പൈസ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.